ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ള ആൻഡോറ എന്ന് പറഞ്ഞൊരു രാജ്യത്താണ്. യൂറോപ്പിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നാണ് ഇത്. കുന്നിൻ്റെ മുകളിൽ നല്ല ഹൈറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഞാൻ സൈക്കിളിലല്ല വന്നത്. ഇവിടെ മാത്രമാണ് ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ രാജ്യമാണ് സൈക്കിളിൽ അല്ലാണ്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നിങ്ങൾക്ക് എൻ്റെ ചുറ്റും നോക്കിയാൽ കാണാം. അപ്പോൾ ഈ രാജ്യം നോക്കൂ, ഈ പോണ വഴിക്കെല്ലാം ഞാനത് ക്യാമറ തിരിച്ചിട്ട് ഞാൻ കൃത്യമായിട്ട് കാണിക്കാം. നോക്കിയേ, ഒരു അങ്ങേയറ്റം വരെ ഇതൊരു തെരുവ്, അപ്പുറത്തൊക്കെ വേറെ ഉണ്ട്. ഇതാണ് മെയിൻ തെരുവ്. അതുകൊണ്ടാണ് എന്തിനെ പിടിച്ചിട്ട് കാണിച്ചത്. ആദ്യമായിട്ടാണ് ഒരു രാജ്യം ഇന്ത്യക്കാരും ബംഗ്ലാദേശികളും ഇല്ലാണ്ട് ഞാൻ കാണുന്നത്. എല്ലാവിടെ ചെന്നാൽ ഈ മലയാളികളല്ല ഏറ്റവും കൂടുതൽ, ബംഗ്ലാദേശികളാണ്. പക്ഷേ ഏറ്റവും മീനിയൽ ജോലികളിലാണ് അവരെ കണ്ടിട്ടുള്ളത്. ഇവിടെ അവരെ കണ്ടിട്ടേ ഇല്ല. ഇത് യൂറോപ്പിനകത്താണെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ ഇല്ലാത്ത ഒരു കുഞ്ഞു രാജ്യം. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഫ്രാൻസും സ്പെയിനും കൂടി ആണ്. അവർ വിചാരിച്ചാൽ പിറ്റേന്ന് പിടിച്ചടക്കാവുന്ന കുഞ്ഞു രാജ്യം. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഈ രാജ്യം നോക്കൂ, ഈ സ്ട്രീറ്റിൽ നോക്കിയേ, ഒരു വണ്ടിയില്ല, ഒന്നുമില്ല. കച്ചവടം കൂടുകയാണോ ചെയ്യണം ഇത്രയും ആൾക്കാർ. ഇത് ഓഫ് സീസണാണ് ഇവിടെ. കൊടും വിൻ്ററാണ്. -1 മുതൽ -4, -1 മാക്സിമം ടെമ്പറേച്ചർ. എന്ന് പറയാൻ വെള്ളം ഐസാവാൻ 4 ഡിഗ്രി വേണം, മതി. ഇവർ 4 ഡിഗ്രിയിൽ വെള്ളം ഐസാവും. അപ്പോൾ മൈനസിൽ എത്രയാണെന്ന് ആലോചിച്ചോളൂ. ഇവിടുത്തെ ഏറ്റവും വലിയ പരിപാടി ഇതാണ്, സ്കീയിങ്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും വന്നേക്കുന്നത്. നമ്മുടെ മുട്ടിൻ്റെ അത്രയൊക്കെ, മുട്ടല്ല അരയുടെ അത്രയും മഞ്ഞാണ്. അതാണ് മെയിൻ പരിപാടി. അതിൻ്റെ കച്ചവടം, അതിൻ്റെ ഡ്രസ്സുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഇടങ്ങളൊക്കെയാണ്. അപ്പോൾ പറയാൻ വന്നത്, നോക്കിയേ, ഇവിടെ എല്ലാം തിരക്ക് ഇത്രയും വന്നില്ലേ, ഒരു വണ്ടിയില്ലാണ്ട്. ഇത്രയും ആളുകൾക്ക് ഉന്മേഷത്തോടു കൂടി നടക്കാൻ പറ്റുന്നു. വ്യായാമമായി, നല്ല കയറ്റം ഉണ്ടത്. വ്യായാമമായി, ഉല്ലാസമായി, കടകൾക്ക് കച്ചവടം കൂടും. ഇതൊക്കെ നമ്മളെ നാട്ടിൽ കൊണ്ടുവരാൻ നോക്കിയതാണ്. ആ MG റോഡിൽ അന്ന് കച്ചവടക്കാർക്ക് വിവരമില്ലാത്തതുകൊണ്ട് കച്ചവടക്കാരെ അതിനെ എതിർത്ത് തോപ്പിച്ചു. അതിനെ പൊളിച്ചു കൊടുത്തു. ലാസ്റ്റ് MG റോഡ് പൊളിഞ്ഞു. MG റോഡിലെ എല്ലാ കടകളും ആളില്ലാണ്ട് ഉപേക്ഷിച്ചു പോയി. ആൾക്കാർ കെട്ടിടങ്ങളൊക്കെ പൊളിഞ്ഞു കിടക്കണം. കാരണം എൻ്റെ അനിയൻ്റെ കട ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പറയാം. അതടക്കം എല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ് അവിടെ ഉള്ള കടകളൊക്കെ. ആരുമില്ല, നടക്കാൻ പോലും മനുഷ്യനില്ലാണ്ടായി. ആ സ്ഥാനത്ത് ഇതുപോലെയൊക്കെ ആയിരുന്നെങ്കിൽ ഇതുപോലെ ഈ ഓഫ് സീസണിൽ പോലും സായിപ്പന്മാർക്ക് ഏറ്റവും ഇഷ്ടം തന്നെ നമ്മളുടെ കാലാവസ്ഥയാണ് സത്യത്തിൽ. ട്രോപ്പിക്സ് എന്ന് പറയും. അതങ്ങനെ നടക്കണടുത്ത് ഇരിപ്പിടങ്ങൾ, വണ്ടിയൊക്കെ കണ്ട് എന്നെ കണ്ടു നിർത്തി. അപ്പോൾ സായിപ്പന്മാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ട്രോപ്പിക്സാണ്, നമ്മളുടെ കാലാവസ്ഥയാണ്. അപ്പോൾ എന്തുമാത്രം ആൾക്കാർ വന്നതന്നെ ഒന്ന് വൃത്തിയാക്കിയിട്ടിരുന്നെങ്കിൽ, ഇതുപോലെ വണ്ടികളൊക്കെ ഇല്ലാണ്ടാക്കിയാൽ. ഇതിനിടയ്ക്ക് സ്ഥിരം മണ്ടൻ കമൻറ്റുമായിട്ട് പറയരുത് ജനസംഖ്യ കൂടുതലാണെന്ന്. ഈ രാജ്യത്ത് ജനസംഖ്യ വളരെ കൂടുതലാണ്. ചെറിയ രാജ്യമാണ്, 80,000-ന് മുകളിൽ ജനസംഖ്യയുണ്ട്. 2, നിങ്ങളുടെ ആ വാർത്തവാനാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ജനസംഖ്യ കൂടുതലെടുത്തല്ലേ ഒരു കാരണവശാലും ഇത്രയും വലിയ വീടുകൾ അനുവദിക്കാൻ പറ്റില്ലാത്തത്? സിറ്റിക്കകത്ത് പോലും ഇത്രയും ഏരിയ വെറുതെ ഒരാളുടെ കയ്യിൽ എങ്ങനെ വയ്ക്കാൻ അനുവദിക്കാൻ പറ്റും? ജനസംഖ്യ കൂടുതലല്ലേ. സിറ്റിക്കകത്തേക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ കാറിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രമാത്രം കാറുകളെ അനുവദിക്കാൻ പറ്റുക? ജനസംഖ്യ കൂടുതലാകുമ്പോൾ അത് വരാതിരിക്കുകയല്ലേ ചെയ്യേണ്ടേ? ജനസംഖ്യ കൂടുമ്പോഴല്ലേ നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടത്, ഈ നിയന്ത്രണങ്ങൾ വരേണ്ടത്. അതുകൊണ്ട് സ്ഥിരമുള്ള മണ്ടൻ സാധനങ്ങൾ ഒന്നും അതിന് അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം പുറംലോകം അറിയാത്തവർ ഇങ്ങനെ കുറേ വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പറയും. അപ്പോൾ ജനസംഖ്യ കൂടുതലുള്ളിടത്താണ് ഇത്തരം നിയന്ത്രണങ്ങൾ കൂടുതലായിട്ട് വരേണ്ടത്. ഇതുപോലെയൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിരുന്നെങ്കിൽ നമ്മളുടെ ആളുകളും കുട്ടികൾക്ക് ഉന്മേഷത്തോടെ സേഫായിട്ട് നടക്കാൻ പറ്റുമായിരുന്നു, കളിക്കാൻ പറ്റുമായിരുന്നു. ഇതുപോലെ വൃത്തിയായിട്ടിരുന്നെങ്കിൽ ആളുകളെല്ലാം വന്നേനെ. അങ്ങനെ തന്നെ എല്ലാ കച്ചവടക്കാർക്കും വരുമാനം കൂടിയേനെ, ആളുകൾക്കും സന്തോഷമായേനെ, ആളുകൾക്കും വരുമാനം കൂടിയേനെ. ഇവിടെയൊക്കെ തെരുവ് സർക്കസ് ഇവിടെ അധികമില്ല കേട്ടോ. അതൊക്കെ നമ്മളുടെ ആളുകൾക്ക് ഞാൻ തെരുവ് കലാകാരന്മാരായിട്ട് ഇവിടെ ഇരുന്ന് ചെയ്യാം. ഈ സ്ട്രീറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടാണ് അങ്ങനെ ആരും കാണാത്തത്. കാരണം ഇതൊരു സമ്പന്ന രാജ്യമുണ്ട്, ഇവിടുത്തുകാർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ സ്ട്രീറ്റ് മാജിക്ക്, സ്ട്രീറ്റ് കലാകാരന്മാർ, അതൊക്കെ വലിയ സംഭവമാണ് കേട്ടോ. യൂറോപ്പിലൊക്കെ തെരുവ് കലാകാരനൊക്കെ വലിയ സംഭവമാണ്. ഞാൻ പോയ ബാഴ്സലോണ മെട്രോയ്ക്കകത്ത് വരെ സ്പേസ് കൊടുത്തേക്കാണ് തെരുവ് കലാകാരന്മാർക്ക് വായിക്കാനായിട്ട്. ചില ഏരിയകൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരണം, തെരുവ് കലാകാരന്മാർ വരണം, അവർക്ക് കല അവതരിപ്പിക്കാൻ പറ്റും. അങ്ങനെ തെരുവുകൾ സംഗീത സാന്ദ്രമാവണം, തെരുവുകൾ ആഘോഷ മുഖരിതമാവണം, എല്ലാവരും ഉല്ലാസിക്കുന്ന ഇടങ്ങളാവണം. ഇതൊക്കെ വരണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ സാധാരണ അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാറില്ല, ഇത്രയും നീണ്ട് സംസാരിക്കാറുമില്ല. ഇതിനുവേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ഇതുപോലെ പട്ടികളെയും കൊണ്ടൊക്കെ ആളുകൾ നടക്കാൻ പറ്റണം.
പ്രശ്നമില്ല. ആംബുലൻസ് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് അതിന് പ്രൊട്ടക്ഷനായിട്ട് പോലീസ്. ഈ രാജ്യത്തിന് വേറൊരു പ്രത്യേകത ഇവിടെ ഇത് പട്ടാളമില്ല. പട്ടാളമില്ലാത്ത രാജ്യം, ഏറ്റവും സേഫ് രാജ്യങ്ങളിലൊന്ന്. കുഞ്ഞു രാജ്യം, വേണമെങ്കിൽ ഫ്രാൻസിനോ സ്പെയിനോ വിചാരിച്ചാൽ 5 മിനിറ്റ് കൊണ്ട് പിടിച്ചെടുക്കാവുന്ന രാജ്യം, പട്ടാളം പോലുമില്ല. എന്നിട്ടും എത്ര സേഫായിട്ട് ഇവിടെ ഇരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് ലോകം. ഇനി ഈ രാജ്യത്തിന് വേറെ കുറച്ച് കഥകളുണ്ട്, ഞാനൊന്നും ഇപ്പോൾ പറയുന്നില്ല. സ്പെയിൻ്റെയോ കഥകളുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പിന്നീട് പറയാം. അപ്പം നമ്മളെ നാട്ടിൽ ഇതൊക്കെ വരണം, ഇങ്ങനെ ആളുകൾക്ക് ഉല്ലസിക്കാനും ഇതുപോലെ ഇരിക്കാനും ഒക്കെ ഇരിപ്പിടങ്ങൾ വരണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും നീട്ടി പറഞ്ഞത്. സോ താങ്ക് യു. ആ വീടിൻ്റെയൊക്കെ അതിൻ്റെ മുകളിലെ കാൽത്താമസമാണ്. അതിൻ്റെയൊക്കെ കെട്ടിടങ്ങൾ കണ്ട ആ കല്ല്, അതെല്ലാം സ്ലേറ്റ് കല്ലുകളുണ്ട്. നമ്മളെ സ്ലേറ്റ് ഉണ്ടാക്കുന്ന ആ പഴയ സ്ലേറ്റ് പെൻസിലിൻ്റെ കല്ല് ഹിമാലയത്തിലൊക്കെ അതുകൊണ്ടാണ് വീടുണ്ടാക്കുന്നത്. അതൊക്കെയാണ് ഇവിടെ. മുകളിൽ മലയുടെ മുകളിൽ മുഴുവൻ കെട്ടിടങ്ങളാണ്. അപ്പോൾ താങ്ക് യു ഓൾ. അയ്യോ, ഈ കൊടും തണുപ്പത്ത് കയ്യിൽ ഗ്ലൗസിലാണ്ട് കൈ മരവിച്ച് തുടങ്ങി. അപ്പോൾ ഇത്രയും നീട്ടി ഞാൻ സംസാരിച്ചു. താങ്ക് യു ഓൾ.